ഹായ് ഫ്രണ്ട്സ്, ലേൺ പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് LDCയുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള മലയാളത്തിൻ്റെ 10 ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് വൺ, ശരിയായ പദങ്ങൾ മാത്രമടങ്ങുന്ന പദനിര ഏത്? അന്തപുരം, അധപ്പതനം, അന്തസത്ത. കണ്ടില്ലേ, അധപ്പതനം അന്തസത്തയിലും മിസ്റ്റേക്സ് ഉണ്ട്. ആരൂഢം, പതിവ്രത, യാദൃച്ഛികം. അത് കറക്റ്റാണ് അല്ലേ? ആരൂഢം കറക്റ്റാണ്, പതിവ്രത കറക്റ്റാണ്, യാദൃച്ഛികം കറക്റ്റാണ്. പ്രസ്താവന, മൂഢൻ, മേഖല. മേഖലയുടെ ഘ, നഖത്തിൻ്റെ ഘായാണ് വേണ്ടത്. മൂഢൻ്റെ ഡായും വളഞ്ഞു വരണം. സ്രഷ്ടാവ്, സാമ്രാട്ട്, രക്ഷകർത്താവ്. സാമ്രാട്ട് എന്ന് പറയുമോ? ഇല്ല, സമ്രാട്ടാണ് കറക്റ്റ്. രക്ഷകർത്താവും അല്ല, രക്ഷാകർത്താവാണ്. അപ്പോൾ കറക്റ്റായിട്ട് വരുന്നതെന്ന് പറയുന്നത് ആരൂഢം, പതിവ്രത, യാദൃച്ഛികം. അത് മൂന്നും കറക്റ്റാണ്. അടുത്തത്, ശരിയായ വാക്യം കണ്ടെത്തുക. ഗുരുക്കന്മാരെ ആദരിക്കുവാനും മാതാപിതാക്കളെ സ്നേഹിക്കുന്നതിനും ഓരോ കുട്ടികൾക്കും കഴിയണം. ശരിയാണോ? അല്ല, അത് തെറ്റാണ്. കാരണം എന്താ? ആദരിക്കുവാനും സ്നേഹിക്കുന്നതിനും, അവിടെയാണ് മിസ്റ്റേക്ക്. അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല. ഒരു സെൻറ്റൻസിൽ തന്നെ വരുമ്പോൾ രണ്ടും ഒരുപോലെ ആയിരിക്കണം പറയുന്നത്. ആദരിക്കുവാൻ എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുവാനെന്ന് തന്നെ പറയണം, അല്ലെങ്കിൽ ആദരിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും എന്ന് പറയണം. അപ്പോൾ അത് തെറ്റാണ്. അടുത്തത് എന്താ? കുട്ടികളെല്ലാം അവരവരുടെ യഥാസ്ഥാനങ്ങളിൽ ഇരിക്കണം. ശരിയാണോ? അല്ല, അതും തെറ്റാണ്. അവരവരുടെ സ്ഥാനം എന്ന് പറയുന്നത് തന്നെയാണ് എന്ത്? യഥാസ്ഥാനം. യഥാസ്ഥാനം എന്ന് പറയുമ്പോൾ കറക്റ്റ് പ്ലേസ്. അപ്പോൾ അത് രണ്ടും കൂടെ പറയേണ്ട കാര്യമില്ല. ഇന്നോ അഥവാ നാളെയോ അയാൾ അങ്ങോട്ട് വരും. ശരിയാണോ? അല്ല, അതും തെറ്റാണ്. ഒന്നുകിൽ എന്ത് പറയാം? ഇന്ന് അല്ലെങ്കിൽ നാളെ അദ്ദേഹം വരാം. അതല്ലെങ്കിൽ എന്ത് പറയണം? ഇന്നോ നാളെയോ വരാം. രണ്ടും കൂടി, അഥവാ അതിൻ്റെ ഇടയ്ക്ക് വരേണ്ട കാര്യമില്ല. അങ്ങനെ രണ്ട് രീതിയിൽ അത് പറയാം. അടുത്തത് എന്താണ്? ജാഥയിൽ 200ഓളം പേർ പങ്കെടുത്തു. അതാണ് കറക്റ്റായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒത്തുപിടിച്ചാൽ മലയും പോരും എന്ന ചൊല്ലിൻ്റെ അർത്ഥം എന്താണത്? ഒരുമിച്ച് നിന്നാൽ വലിയ ശക്തി എന്ന് തന്നെയാണ്. ഒരുമിച്ച് നിന്നാൽ വലിയ ശക്തി. അടുത്തത്, നെന്മണി എന്ന പദം പിരിച്ചെഴുതുമ്പോൾ, നെന്മണി പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? നെൽ പ്ലസ് മണിയാണ്. എ ആണ് ആൻസർ. നെൽ പ്ലസ് മണി. ശരിയായ വിപരീത പദം വരുന്ന ജോഡി ഏത്? അമരം, മരം. ശരിയാണോ? അല്ല, അത് തെറ്റാണ്. അധോമുഖൻ, ദിങ്മുഖൻ. തെറ്റാണ്. ആയം, വ്യയം. അതാണ് ശരി. ആയം, വ്യയം. ആയത്തിൻ്റെ ഓപ്പോസിറ്റാണ് എന്ത്? വ്യയം. ഐഹികം, ലൗകികം. അത് രണ്ടും ഒരേ മീനിങ്ങാണ് വരുന്നത്, ഐഹികവും ലൗകികവും. അപ്പോൾ അതും തെറ്റാണ്. ആശാ മേനോൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? കെ ശ്രീകുമാറാണ് ആശാ മേനോൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഗുരുക്കൾ എന്ന പദം ഏത് വചന വിഭാഗത്തിൽ പെടുന്നു? ഗുരുക്കൾ എന്ന് പറയുന്നത് എന്താണ്? പൂജക ബഹുവചനമാണ്. ബഹുമാനം കൊണ്ടാണ് ഗുരുക്കൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ്? പൂജക ബഹുവചനമാണ്. പതിക്കുന്ന നിമിഷത്തിൽ തന്നെ മധുരിക്കുന്നത് എന്നർത്ഥം വരുന്ന ഒറ്റപ്പദം ഏതാണ്? നോക്കൂ, നമുക്കറിയാൻ പറ്റും. ആപാദ ചൂടം, കേശാദിപാദം. അത് രണ്ടും അല്ല നമുക്കറിയാം അല്ലേ? കേശം മുതൽ പാദം വരെ, പാദം മുതൽ ആപാദ ചൂടം എന്ന് പറയുമ്പോഴും അതേ മീനിങ് തന്നെയാണ്. അത് രണ്ടും അല്ല പതിക്കുന്ന നിമിഷത്തിൽ തന്നെ മധുരിക്കുന്നതെന്ന് അർത്ഥം വരുന്നത്. അപ്പോൾ മറ്റത് രണ്ടിൽ ഏതാണെന്ന് നോക്കാം. ആപാദ മധുരവും ആപാദ മധുരവും. അതിലേതാണ്? ആ പാദമധുരമാണ്. അതായത് പതിക്കുന്ന നിമിഷം ആ താ വരുന്ന ആപാദമാണ് കറക്റ്റ്. പതിക്കുന്നതിൻ്റെ താ വരുന്ന ആപാദമധുരമാണ് കറക്റ്റ്. സ്ട്രൈക്ക് ബ്രേക്കർ എന്നതിന് സമാനമായ മലയാള ശൈലി ഏതാണത്? കരിങ്കാലിയാണ്. സ്ട്രൈക്ക് ബ്രേക്കർ, കരിങ്കാലി. പുല്ലിംഗ സ്ത്രീലിംഗ ജോഡിയിൽ തെറ്റായത് ഏത്? യാചകൻ, യാചകി. ശരിയാണോ? ശരിയാണ്. ലേഖകൻ, ലേഖക. ശരിയാണോ? അല്ല, ലേഖികയാണ് അല്ലേ? അപ്പോൾ അതാണ് തെറ്റ്. രോഗി, രോഗിണി കറക്റ്റാണ്. കാഥികൻ, കാഥിക ശരിയാണ്. അപ്പോൾ തെറ്റിപ്പോയതെന്ന് പറയുന്നത് ഇതാണ്, ലേഖകൻ, ലേഖക. ഓക്കെ, താങ്ക് യു.